ഹലോ, നമസ്കാരം. ഒരു പ്രത്യേകമായ ചിന്ത നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ടാണ് ഇന്ന് അവസരം ഉപയോഗിക്കുന്നത്. പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കാറും നിരാശപ്പെടാറും ഉണ്ട്. എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ, എൻ്റെ ആവശ്യങ്ങളെ അദ്ദേഹം നിറവേറ്റുന്നില്ലല്ലോ. ഞാൻ പല ആവശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞു പ്രാർത്ഥിച്ചു, എൻ്റെ ആവശ്യങ്ങളെ അദ്ദേഹം എനിക്ക് നിറവേറ്റി തരുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് പലരും നിരാശരായി പോകാറുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു ചെറിയ ഒരു സന്ദർഭം, ഒരു കഥ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാം. ഒരു കുടുംബത്തിൽ ഒരു അപ്പനും മകളും അവൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ മകളും അപ്പനും അമ്മയും വളരെ പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന കുടുംബത്തിലെ അംഗങ്ങളാണ്. പ്രാർത്ഥനയ്ക്ക് അപ്പനും അമ്മയും ഇരിക്കുമ്പം മകളെ ചേർത്ത് പിടിച്ച് അപ്പനും അമ്മയും പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ചെറുപ്പം മുതലേ അപ്പൻ മകളെ പരിശീലിപ്പിച്ചു. നിന്റെ ആവശ്യങ്ങളും നിന്റെ പ്രയാസങ്ങളും നിന്റെ ദൈവത്തോട് പറഞ്ഞാൽ അവയെല്ലാം സമയാസമയങ്ങളിൽ നിനക്ക് സാധിച്ചു കിട്ടും, അല്ല നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവം നിനക്ക് നൽകും എന്ന്. ചെറുപ്പം മുതലേ പ്രാർത്ഥനാ ജീവിതത്തിൽ ആ മകള് തൻ്റെ ആവശ്യങ്ങളും പ്രയാസങ്ങളും പരിഭവങ്ങളും ഒക്കെ ദൈവം മുമ്പാകെ പ്രാർത്ഥിച്ച് ആഗ്രഹങ്ങളൊക്കെ ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ കുറച്ച് വലുതായപ്പോൾ ആ കുഞ്ഞ് വളരെ നിരാശനായി കാണപ്പെട്ടു. സങ്കടത്തോടെ ഇരിക്കുന്ന തൻ്റെ മകളെ ചേർത്ത് പിടിച്ച് തൻ്റെ അപ്പൻ ചോദിച്ചു, എന്താ മകളെ നീ ഇത്ര വിഷമിച്ചിരിക്കുന്നത്? ആ മകൾ പറഞ്ഞു, അപ്പനല്ലേ എന്നോട് പറഞ്ഞത് എൻ്റെ ആവശ്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ചാൽ ദൈവം അതൊക്കെ സാധിച്ചു തരുമെന്ന്. എൻ്റെ ആഗ്രഹങ്ങൾ ഇന്നേ വരെ എനിക്ക് സാധ്യമായിട്ടില്ല. അപ്പൻ ആ മകളുടെ മുഖത്ത് നോക്കി ഒരു പുഞ്ചിരിയോടെ ആ മകളെടുത്ത് വേറൊരു കഥ പറയുകയുണ്ടായി. ഒരു വഴിവക്കിൽ രണ്ട് ഭിക്ഷക്കാരിരിക്കും. ഒരുത്തൻ്റെ കയ്യിൽ പാത്രം മാത്രം, ഒരുത്തൻ്റെ കയ്യിൽ പാത്രത്തോടൊപ്പം അല്പം ഭക്ഷണം. എന്നാൽ മകളെ, നിന്റെ കയ്യിൽ നിറച്ച് ഭക്ഷണമുണ്ട്. അപ്പം നീ ആ ഭാഗത്തൂടെ കടന്നു പോയപ്പോൾ നിന്റെ നേരെ ആ ഭിക്ഷക്കാർ രണ്ടുപേരും കൈ നീട്ടി വല്ലതും തരണേ എന്ന് ചോദിച്ചപ്പോൾ നീ ആർക്കായിരിക്കും ഭക്ഷണം കൊടുക്കുക? അപ്പോൾ ആ മകൾ പറഞ്ഞു, ഒരാൾക്ക് കുറച്ച് ഭക്ഷണമെങ്കിലും ഉണ്ടല്ലോ, ഞാൻ ഒട്ടും ഭക്ഷണമില്ലാത്തവന് എൻ്റെ കയ്യിലിരിക്കുന്ന ഭക്ഷണം കൊടുക്കും എന്ന് പറഞ്ഞു. വീണ്ടും ചെറുപുഞ്ചിരിയോടുകൂടി ആ അപ്പൻ മകളെ നോക്കി പറഞ്ഞു, ഇതാണ് നിന്റെ ദൈവവും ചെയ്യുന്നത്, ഇതാണ് നിന്റെ ദൈവവും ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ച് കേൾക്കുക. ഇതാണ് എൻ്റെയും നിൻ്റെയും ദൈവം ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ആ പ്രിയപ്പെട്ട മകൾക്ക് അപ്പൻ്റെ കഥയും അതിൻ്റെ സാരാംശവും മനസ്സിലായി. തക്കതായ സമയത്ത് നിന്റെ കുറവുകൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട് എന്ന് നീ തിരിച്ചറിയുന്നു എങ്കിൽ പലപ്പോഴും ഞാനും നിങ്ങളും നിരാശരാവാതെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഈ കഥയിലൂടെ വ്യക്തമാകുന്നത്. നിനക്ക് പല കുറവുകളുണ്ടാവാം, പല ആവശ്യങ്ങളുണ്ടാവാം. എന്നാൽ നിന്നേക്കാൾ കുറവുകളും നിന്നേക്കാൾ ആവശ്യമുള്ളതും ആയ അനേക ആയിരങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നു എന്ന നഗ്ന സത്യം മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും കഴിയണം. അല്ലാതെ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, എൻ്റെ ആവശ്യങ്ങളെ ദൈവം നിറവേറ്റി തരുന്നില്ല എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഇടയിലും ഉണ്ടാവാൻ പാടില്ല എന്ന് മാത്രം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നിന്റെ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്കും കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.